നമസ്കാരം. ഇന്ത്യയിൽ ഏകദേശം 50 ലക്ഷത്തിലധികം EVകൾ നിരത്തിലുണ്ട്. ഇലക്ട്രിക് വാഹന വിപണിയുടെ വളർച്ചയുടെ ഒരു സൂചനയാണിത്. അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഇലക്ട്രിക് വാഹന ലോഞ്ചുകളിൽ കുത്തനെയുള്ള വർധനവാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ വരെ രാജ്യത്ത് ഏകദേശം 29,151 പൊതു ഇലക്ട്രിക് വാഹന ചാർജറുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 8,805 ഫാസ്റ്റ് ചാർജറുകൾ മാത്രമാണ് ഉൾപ്പെടുന്നത്. ഈ ചാർജറുകൾ 100 വ്യത്യസ്ത ഓപ്പറേറ്റർമാരാണ് പ്രവർത്തിപ്പിക്കുന്നത്. ചാർജിംഗ് സംവിധാനത്തിൻ്റെ പരിമിതികളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പരിഹരിക്കാൻ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സംവിധാനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കാൻ കേന്ദ്രം നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഏകീകൃത ദേശീയ പ്ലാറ്റ്ഫോം പുറത്തിറക്കാനാണ് പദ്ധതി. വൺ നേഷൻ വൺ ആപ്പ് EV ചാർജിങ്ങിനും വരും. വൺ നേഷൻ വൺ ആപ്പ് പ്ലാറ്റ്ഫോം സംവിധാനം നിർമ്മാതാക്കളുടെയും ഓപ്പറേറ്റർമാരുടെയും ചാർജിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു പൊതു ഇൻ്റർഫേസ് ആയാണ് പ്രവർത്തിക്കുക. രാജ്യത്ത് EVകൾ വ്യാപകമാകുന്നതിനിടെയാണ് ഏകോപിപ്പിക്കാൻ കേന്ദ്ര ഇടപെടൽ വരുന്നത്. മൊബൈൽ ആപ്പ് വരുന്ന ആഴ്ചകളിൽ പുറത്തിറങ്ങും. യൂണിഫൈഡ് ഭാരത് ഇ-ചാർജ് സംരംഭത്തിൻ്റെ ഭാഗമായിരിക്കും ഇത്. ഉപഭോക്താക്കളുടെ നിലവിലെ ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് ഈ നീക്കത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മാരുതി സുസുക്കി തുടങ്ങിയ കമ്പനികളുടെ ചാർജിംഗ് ശൃംഖലകൾ ഒരു പൊതു ഡിജിറ്റൽ സംവിധാനം വഴി പരസ്പരം ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ ഇൻ്റർഫേസ് ആകുമ്പോൾ EV ഉപയോക്താക്കൾക്ക് വിവിധ ഓപ്പറേറ്റർമാരുടെ ചാർജിംഗ് സ്റ്റേഷനുകൾ കണ്ടെത്താനും ബുക്ക് ചെയ്യാനും ഉപയോഗിക്കാനും പണം നൽകാനും സാധ്യമാകും. കൂടാതെ അനുബന്ധമായി ചാർജർ ലഭ്യത, പ്രവർത്തന സമയം, ചാർജിംഗ് വേഗത, താരിഫുകൾ എന്നിവയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങളും ലഭ്യമാക്കും. ചാർജിംഗ് ഓരോ ഓപ്പറേറ്റർമാരുടേതും ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. യാത്രകളിൽ ചാർജർ കണ്ടെത്താനും പണം നൽകാനും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ചാർജർ താരിഫുകൾ, ലഭ്യത, ചാർജിംഗ് വേഗം എന്നിവയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ നൽകാനും പേയ്മെൻറ്റുകൾ ഒരു ഏകീകൃത സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനും ഈ പ്ലാറ്റ്ഫോം ഉപകരിക്കും. ചാർജിംഗ് രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് നികത്തുന്നതിനായി രാജ്യത്തുടനീളം ഏകദേശം 70,000-ലധികം പൊതു EV ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനായി 2,000 കോടി രൂപ വകയിരുത്തിയുള്ള പ്രധാനമന്ത്രി ഇ-ഡ്രൈവ് പദ്ധതി നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയിട്ടുണ്ട്. നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് നാഷണൽ യൂണിഫൈഡ് EV ചാർജിംഗ് ഹബിനായുള്ള ചട്ടക്കൂട് വികസിപ്പിച്ചത്. ഇതിൻ്റെ മേൽനോട്ടം ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിനായിരിക്കും. എന്തായാലും ഇന്ധനക്ഷാമം രൂക്ഷമായിരിക്കെയുള്ള കേന്ദ്ര ബദലിൻ്റെ ഭാഗമാണ് ഈ നടപടികൾ.